ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല നാടൻ ടേസ്റ്റി ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു മാങ്ങ സീസണാണ്. അപ്പോൾ പലരും ഇത് ഉണ്ടാക്കി നോക്കുന്നവരായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പരിപ്പ് നന്നായി കഴുകി കുക്കറിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ താരങ്ങളായ ചക്കക്കുരു മാങ്ങയും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 ചക്കക്കുരു ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വേവിക്കാം. ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 1 സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങ നന്നായി ഉടഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആദ്യം ഇടാതെ അരപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം എയറെല്ലാം പോയാൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. അടുത്തതായി ഒരു പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വറുത്ത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. കറി വറവിട്ട് സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചപ്പോൾ തുടങ്ങിയതാണ് വിശപ്പ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ ടൈമൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ചോറ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.